ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച എടുത്തതാണ് കേട്ടോ. അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ആ ഒരു 2 ദിവസം ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ് ആണ്. ഉച്ചയ്ക്കൊരു ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 3 മണിയൊക്കെ ആവാൻ നേരത്താണ് ഞങ്ങൾ പോണത്. അപ്പോൾ ചേച്ചീൻ്റെ മക്കൾ വന്നിട്ടുണ്ട് കേട്ടോ. അനു നന്ദു വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പോന്നിട്ടില്ല കേട്ടോ. അവരെ കുറേ വിളിച്ചു, പക്ഷേ ഇല്ല അവിടെ ഇരുന്നു, അവർക്ക് മടിയാണ് പറഞ്ഞിട്ടേ. അപ്പോൾ ഒക്കെ അറിയാത്തവരാവും പറഞ്ഞിട്ട് അങ്ങനെ പോന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ പോണ വഴിക്കലാണ് ഏട്ടൻ്റെ വർക്ക് സൈറ്റ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കയറിയിട്ടുണ്ട് ഏട്ടന്. ഇത് അച്ഛൻ്റെ പിന്നെ പെങ്ങളെ മകൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ് കേട്ടോ. വാണിയമ്പലത്താണ് വീട്, പക്ഷേ വണ്ടൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് റിസപ്ഷൻ കേട്ടോ. അപ്പോൾ അതാ പിന്നെ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ അടിച്ച് അപ്പോഴാണ് ഏട്ടന് ഇങ്ങനെ എയർ കമ്മിയാണോ എന്ന് തോന്നിയിട്ടോ. അപ്പോൾ എയർ ഒന്ന് ചെക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഇതാ, കണ്ടോ, ബൈക്കും ഒരാൾ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട്. എന്തൊരു ഭംഗി അറിയാമോ വരുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾ അതിനങ്ങനെ നോക്കി നിന്നിട്ടോ. അതുവരെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതാ കണ്ടോ, അതിൻ്റെ ബോസ് വന്നപ്പോൾ പിന്നെ ഒന്ന് മൂപ്പര് ഒന്ന് നിലത്തിറങ്ങി ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോഴത്തേന് ആൾ കയറിയിട്ടോ. നല്ല ഭംഗിയാണ് അത് ഇരിക്കുന്നത് കാണാനും പിന്നെ പോണത് കാണാനും. ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ പോകട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം കേട്ടോ. അങ്ങനെ വണ്ടിയുമ്പോൾ പോണത് കണ്ടപ്പോഴേ ശ്രീലുമോൾ ഇവിടെ കുറേ ആയിട്ടോ പറയണു, ഡോഗിനെ വാങ്ങണം, കുഞ്ഞിപ്പപ്പീനെ വേണം എന്നൊക്കെ കുറേ ആയി പറയണു. പക്ഷെ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കാണാൻ നല്ല ഇഷ്ടവും ഇതൊക്കെയാണ്, പക്ഷേ വളർത്തനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. കാരണം കുട്ടികൾ ചെറുതല്ലേ. ഡോഗിൻ്റെ കാര്യവും കുട്ടികളുടെ കാര്യം കൂടിയൊക്കെ ആകുമ്പോഴത്തേന് ബുദ്ധിമുട്ടാവുമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതാ കണ്ടോ, മൂപ്പര് പോയി. ഞങ്ങളും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വാണിയമ്പലത്ത് എത്തിയപ്പോഴത്തേന് ഇതാ കണ്ടോ, നല്ല ബ്ലോക്കാണ്. ട്രെയിന് പോകാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ റിസപ്ഷൻ അല്ല കേട്ടോ പോണത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഫംഗ്ഷൻ തുടങ്ങണത് തന്നെ 4 മണിയൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ പോണില്ല. പിന്നെ വീട്ടിലൊന്ന് പോയി പിന്നെ എന്നിട്ടൊക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ വണ്ടൂരിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനും കാശി പോയതെന്ന് പറഞ്ഞതെന്നല്ലേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിരുന്നു അമ്മ. കുറച്ച് സാധനങ്ങൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അതിന് വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. എടുത്താൽ മതി. പക്ഷേ മക്കൾക്ക് ഭയങ്കര വാശി. കാരണം അമ്മ അത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോഴേ അവർക്കത് അപ്പം തന്നെ കിട്ടണം. അപ്പോൾ എന്തായാലും അവിടെ അടുത്ത് വരെ പോവല്ലേ. അപ്പോൾ പിന്നെ അങ്ങോട്ടും കൂടെ പോയിട്ട് അങ്ങനെ പോവാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അവിടെ എത്തിയിട്ടുള്ള വീഡിയോസൊക്കെ കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ എത്തിയാൽ വീഡിയോ എടുക്കാൻ മറന്നു പോടോ, സത്യം. വീട്ടിലെത്തിയാൽ പിന്നെ ഫോണും വേണ്ട, വീഡിയോ വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ലച്ചുവിനോട് ഇങ്ങനെ പറയുമായിരുന്നു, നീ വീഡിയോ എടുക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾ കുറച്ച് സാധനങ്ങളൊക്കെ അതാ കണ്ടോ, ഒക്കെ നേരത്തെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ ഫാൻസി സാധനങ്ങളും പിന്നെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്ന് മുകളിലേക്കാണ്, ഏട്ടൻ്റെ വീട്ടിലേക്കാണ് ആദ്യം കയറിയത്. അവിടെ നിന്ന് അങ്ങനെ പോന്ന് പിന്നെ താഴത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. അത് ലച്ചുമോൾ അവിടെ നിന്ന് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്നും ഇങ്ങോട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അതൊരു ക്ലാരിറ്റി കുറവാണ് എന്ന്. പിന്നെ അതാ ചായയല്ല വെള്ളമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിസ്ത വെള്ളവും പിന്നെ മിച്ചർ ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുടിരിക്കലിന് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ഇത് മണ്ണിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ലച്ചുമോൾ പറയുന്നത് ഇത് ചാടിയാൽ പൊട്ടുമെന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. സാധാ മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഗ്ലാസ്. അപ്പോൾ അതിലാണ് അവിടെയൊക്കെ പിന്നെ കൊടുക്കൽ കേട്ടോ. ചായയൊക്കെ അതിലാണ് കിട്ടൽ എന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ഗ്ലാസ്സാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് കുശലം പറഞ്ഞു. പിന്നെ എനിക്ക് സാരി വേണമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ട്, അതുപോലെ തന്നെ നിശ്ചയമുണ്ട്. അപ്പോൾ അമ്മേൻ്റെ ഒരു സാരി ഞാൻ ഇവിടെ കണ്ടച്ച് പോയിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊതുവേ സാരി എടുക്കാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ അധികം സാരീസൊന്നും ഇല്ല കേട്ടോ. ഏട്ടൻ്റെ കല്യാണത്തിന് വാങ്ങിയ 2 സാരി ഉണ്ട്. പിന്നെ എൻ്റെ കല്യാണത്തിന് വാങ്ങിയ, അതേപോലെ തന്നെ അനിയൻ്റെ കല്യാണത്തിന് വാങ്ങിയ, അങ്ങനെ 2-3 സാരി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ കല്യാണത്തിന് പോന്നു കേട്ടോ. അവിടുന്ന് ബ്ലൗസൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ അമ്മേൻ്റെ ബ്ലൗസൊക്കെ ഒന്ന്
ഒന്ന് റെഡിയാക്കിയിട്ടൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഒന്ന് തയ്ച്ചിട്ടൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പിന്നെ പോന്നു. കാരണം ഇവിടെ നിന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടനൊക്കെ പിന്നെ നാളത്തെ കല്യാണത്തിൻ്റെ വീട്ടിലേക്കും കൂടെ പോകണം കേട്ടോ. തലേന്ന് പോകണമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 5:30-6 മണി ഒക്കെ ആകുമ്പോഴത്തേനും പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴത്തേനും ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ കേട്ടോ, ചിഞ്ചു. ആളെല്ലാവരെയും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അപ്പോൾ ഫോൺ ആരെ കയ്യിലും കൊടുത്തിരുന്നില്ല, എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കല്യാണ പെണ്ണ് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ്, ആശാരിപ്പടി പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ. കാരണം ഞാനിപ്പോൾ 10-13 വർഷമായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. അപ്പോൾ പിന്നെ അവിടുത്തെ ആ കുട്ടികളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഏട്ടൻ ഈ സമയത്ത് എങ്ങോട്ടോ പുറത്തേക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഇവിടെയും തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തിയും കുറുമയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണൻ ആദ്യം തന്നെ ബിരിയാണി വേണ്ട പറഞ്ഞിട്ട് ചപ്പാത്തി കേട്ടോ കഴിച്ചത്. ഞാനും അതേ പിന്നെ ചപ്പാത്തി കഴിച്ചു കേട്ടോ. പിന്നെ അതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വാഷ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടത്. നല്ല ഭംഗിയാണ്. നമ്മുടെ CNN അപ്പുറത്തേക്ക് നോക്കിയാൽ കേട്ടോ നല്ല പാടശേഖരങ്ങളാണ്. അപ്പോൾ എൻ്റെ അമ്മമ്മേൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. പക്ഷേ അമ്മമ്മേൻ്റെ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ പോകുന്ന അമ്മേനൊക്കെ തോട്ടേക്കാട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. കല്യാണ വീട്ടിൻ്റെ അവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കുട്ടികളുണ്ടല്ലോ അവിടെ. അപ്പോൾ അവർക്ക് ചിക്കൻ പീസ് പാഴ്സലായിട്ട് വാങ്ങിയിട്ടോ. അപ്പോൾ കുട്ടികൾ മാത്രമൊന്നുമല്ല, ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഒരു 5 മണിയൊക്കെ ആയപ്പോൾ 5 മണീൻ്റെ ബസ്സിന് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസത്തെ കല്യാണം അവർക്കും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വന്ന് ഇപ്പോൾ ഒരു സമയം 7:45 ആയിട്ടുണ്ട് കേട്ടോ. വന്ന് മേൽക്കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അതാ നമ്മളെ ഈ വലിയ ബാഗിലാട്ടോ സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോയിരുന്നത് അമ്മ. അപ്പോൾ ഇതിലിതാ ഒരു ബാഗും കൂടെ ഉണ്ട്. 2 ബാഗായിട്ടാണ് കൊണ്ടുപോയിരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയുണ്ടാവും. പിന്നെ എൻ്റെ ചുരിദാർ കൊണ്ടുപോയിരുന്ന അമ്മ, അതും ഉണ്ട് ഇതിൽ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഞാൻ കാണിച്ചിട്ടാ കണ്ടോ, ഇത് 2 ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ്, വലിയവർക്കും പറ്റും കേട്ടോ. ഫോണും പിന്നെ പൈസ ഒക്കെ ഇടാൻ പറ്റിയ കുഞ്ഞ് 2 ബാഗ്. ലച്ചുവിനും ശ്രീലുവിനും അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ. കണ്ടോ. പിന്നെ ഇതാ ഡ്രസ്സ്, ഒരു ഷെമ്മി പോലത്തെ ഒരു ഡ്രസ്സ് ശ്രീലുമോക്ക് കേട്ടോ. നല്ലതാട്ടോ, കോട്ടൻ്റെയാണ്, ചൂടത്തൊക്കെ ഇടാൻ പറ്റിയത് തന്നെ. പിന്നെ അതാ 2 നിക്കറ് കണ്ടോ. എന്താ 2 നിക്കറ്. ഇത് കണ്ണനും ഇടാം, ശ്രീലുവിനും ഇടാം കേട്ടോ, രണ്ടാക്കൂടാ. ഇത് പിന്നെ കണ്ണന് ഒരു അമ്പലത്തേക്കൊക്കെ ഇടാൻ പോകാൻ പറ്റണേ കണ്ടോ. ഒരു ജുബ്ബ പോലത്തെ ഒരു ഷർട്ടല്ല, ഒരു ജുബ്ബ പോലത്തെ ഒരു സംഭവം. രസമുണ്ട് കേട്ടോ, എനിക്ക് നല്ലോണം പറ്റി. ഇനി അടുത്ത കവറിൽ ഞാൻ കാണിച്ചു തരാം ബാക്കി സാധനങ്ങൾ. ഇതാവുന്ന ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മുൻപിലൊക്കെ തൂക്കിയിടൂലേ, അത് നല്ല രസമുണ്ട് കേട്ടോ. അതും പറ്റി എനിക്ക് നല്ലോണം. പിന്നെ രുദ്രാക്ഷമൊക്കെ ഉള്ള ഒരു സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ. ഇനി അടുത്തത് ഇതാ ഇത് നമ്മുടെ കാറിലൊക്കെ തൂക്കിയിടൂലേ, അതാണ് കണ്ടോ. ഒരു സൈഡിൽ ശിവനും പാർവതിയും ആയി, സൈഡിൽ ആളൊറ്റയ്ക്കുള്ളൂ കേട്ടോ. സൂപ്പർ. പിന്നെ അടുത്തതാ ഇത് തന്നെ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. കണ്ടോ, ബുദ്ധൻ്റെ ഒരു ശില്പം, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ 2 എണ്ണമാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഗോൾഡൻ കളർ, ഒന്ന് സിൽവർ കളറും ഉണ്ട്. ഇപ്പോൾ സിൽവർ കളർ അവിടെ വർഷേൻ്റെ എടുത്ത് കൊടുത്തു, ഞാൻ ഇത് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിനൊക്കെ 2 എണ്ണത്തിന് 100 രൂപ അങ്ങനെയൊക്കെയാണ്. വെയിറ്റൊക്കെ ഉണ്ട് ഇത് സംഭവം. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഇതാ ഇത് ഗ്ലാസ്, മണ്ണിൻ്റെ ആണ് കേട്ടോ. കണ്ടോ, മണ്ണിൻ്റെ ഗ്ലാസ് ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിലാണ് അവിടെയൊക്കെ ചായ കൊടുക്കാറെന്ന് പറഞ്ഞു കേട്ടോ.
സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ ഒന്നല്ല ഉപയോഗിക്കുന്നത്, ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ മേടിച്ചതാട്ടോ അമ്മ. പിന്നെ അടുത്തത് ഇപ്പം ഇത് കമ്മലുകൾ. ഇനിയൊക്കെ ഫാൻസിയാണ് കേട്ടോ, ഇനി മൊത്തം ഫാൻസിയാണ്. ഇത് പിന്നെ അമ്മ എന്തൊക്കെയോ ബേക്കറി നട്ട്സും അതൊക്കെ മേടിച്ചതായിരുന്നു. അത് കണ്ടോ, ഇതിൻ്റെ ഒന്നുകൂടെ ഉണ്ടല്ലോ, വെച്ചോ ചാടിയോ നോക്കൂ. അതെന്താ ഇത് അച്ച്. ഇതൊക്കെ പണ്ട് ശബരിമലയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ അല്ല കേട്ടോ, അത് വേറെ മോഡൽ. ശബരിമലയിൽ പോകുമ്പോൾ വേറെയാണ്, ഇത് പൊടിയാണ് തോന്നുന്നു. എന്നിട്ട് കുറേ അച്ച് ഇതാ കണ്ടോ, ശിവൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ള അച്ച്, ഫോട്ടോ ഒക്കെ ഉള്ള. പിന്നെ ഒരു ഫ്ലവർ ഒക്കെ ഉണ്ട്, പൊട്ട് തൊക്കാൻ പറ്റിയത്, രസമുണ്ട്. പിന്നെ ഇതെന്താ, മാലകൾ കണ്ടോ, കുറേ തരം മാലകളുണ്ട് കേട്ടോ. കണ്ടോ, ഒക്കെ വേറെ വേറെ സൈസാണ്. ഓക്കെ, മാല ഇത്രയേ ഉള്ളൂ, ഇത്രയും മാലകൾ. പിന്നെ അതെന്താ, ഇതെന്തോ സ്വീറ്റാണ്. ഇത് കൈ ചെയിന്. ഓക്കെ, സൂപ്പർ. ഇനിയുണ്ട് കൈ ചെയിൻ തന്നെ, ബ്ലാക്ക്. പിന്നെ ഇതൊരു കമ്മൽ. ഇത് ലച്ചുവിന് വാങ്ങിയതാട്ടോ, അവൾക്ക് നല്ലോണം പറ്റിയിട്ടുണ്ട്. കുറച്ച് വലുപ്പമുണ്ട്. എന്തായാലും ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാട്ടോ അവിടെ. പിന്നെ അതാ ഇത് വേറൊരു കമ്മൽ. ഓക്കെ, അതായത് കുത്തിക്കാം. പിന്നെ അതാ ഇത് വേറൊരു കമ്മൽ. ഇനിയുണ്ട് കേട്ടോ കമ്മൽ, ഇഷ്ടം പോലെ ഉണ്ട്. അതാ കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അടുത്തത് ഇതാ, ഇതൊരു കമ്മൽ. ഇത് അതൊരു അതന്നെ ഒന്നുകൂടി ഉണ്ടാവും കയ്യിൽ മുട്ടുന്നത്. അത് ചരടാട്ടോ, കൈമ കെട്ടുന്ന ചരടാണേ, ചരട്. ഇത് വേറൊരു കമ്മൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, ആൺകുട്ടിയൊക്കെ ഇടാൻ പറ്റിയതാണ് കണ്ടോ, കണ്ണനൊക്കെ പറ്റും. ഓക്കെ, പിന്നെ 2 പെന്ന്. ഇതാ കമ്മൽ, വേറൊരു കമ്മൽ. ഇത് പിന്നെ പാദം. പിന്നെതാ വളകൾ കണ്ടോ, സെറ്റ് വളകൾ, നല്ല ഭംഗിയുള്ള വളകളാട്ടോ, അതുണ്ട്. പിന്നെ അതാ അതൊന്നുകൂടെ ഉണ്ട് കേട്ടോ, 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തറവാട്ടിക്ക് കൊടുക്കാം. ഇത് പിന്നെ താക്കോലിൻ്റെ സംഭവം, കീ ചെയിന്, അതാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഒരു പ്രസാദമാണ് പറഞ്ഞത്, പൊട്ടിച്ചിട്ടില്ല, ഒന്ന് കാണിച്ചു തരാം. വൈറ്റ് ബോൾസിൻ്റെയാണ് എന്തോ പ്രസാദം. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ അമ്മ കൊണ്ടുവന്നിട്ടുള്ളത്. കണ്ടില്ലേ, സൂപ്പർ. ഇല്ലതാ ഇത് ഞാനൊന്ന് കഴിച്ചു നോക്കി. അതിലിത് സംഭവം പിന്നെ നമ്മുടെ കാരക്കുണ്ടല്ലോ, അത് ഉണക്കിയതാ തോന്നുന്നു, ഭയങ്കര ഉറപ്പ്. പിന്നെ ഇത് ഒരുപോലെ നെയ്യിൻ്റെ ഒരു കട്ട, ഒരു സുഖമല്ല. ഇത് പിന്നെ നമ്മൾ സാധാ കട്ടായി പോലെ തന്നെ ചൊവ്വ. പിന്നെ കുറച്ച് കപ്പലുണ്ട്, അതിനെതിരുള്ളൂ. കൊള്ളാം.
പിന്നെ അതാ രാത്രി ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും സാരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനും ഇളയച്ചിയും നാത്തൂനും പിന്നെ അപ്പുറത്തുനിന്ന് വേണുവേട്ടൻ്റെ ഭാര്യ രേഷ്മയും ഓളും സാരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ ഇതൊന്ന് അയൺ ചെയ്യാൻ വന്നതാണ്. അപ്പം മക്കളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇരിക്കണേ. സാരി ആവുകൊണ്ട് തന്നെ തലേന്ന് തന്നെ പ്ലേറ്റൊക്കെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ രാവിലെ 8ൻ്റെ പണി കിട്ടുമെന്ന് അറിയുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ ഒന്നും കൂടെ റെഡിയാക്കാം കേട്ടോ. മക്കളപ്പം ആ നേരത്ത് ഉറങ്ങിയിട്ടില്ല. നേരെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ നേരത്തും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഏട്ടനും അമ്മയും അച്ഛയൊക്കെ കല്യാണ വീട്ടിൽ പോയതാണ് കേട്ടോ. പിന്നെ അത് അലച്ചുമ്പോൾ ഒരു മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും ഒന്ന് അറിയിക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഞാൻ പിറ്റേത്തെ ദിവസത്തെ കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.